മാല്യാവതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശമാങ്കീം മധുസിദ്ധസുക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 25ാമത് പ്രാവശ്യം ഭഗവാൻ ഇവിടെ വീണ്ടും നിയോഗിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കാരണം എല്ലാം സംഭവിക്കുന്ന അവിടുത്തെ ഇച്ഛകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊന്നും യാദൃച്ഛികമെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം സംഭവിക്കേണ്ടതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. യാദൃച്ഛികമൊന്നുമില്ല. നമുക്ക് തോന്നും ചിലപ്പോൾ ഇതൊക്കെ യാദൃച്ഛികമാണ് എന്ന്. പക്ഷെ സത്യമല്ല. എല്ലാം പ്രീ പ്ലാൻഡാണ്. പ്രകൃതിയിൽ എല്ലാം നടക്കുന്നത് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ പറയാനുള്ളൂ. എന്തായാലും നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് സന്തോഷമാണ്, ശാന്തിയാണ്, സമാധാനമാണ്, ഐശ്വര്യമാണ്, അഭിവൃദ്ധിയാണ്. ഇതെല്ലാം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ദുഃഖം വേണമെന്ന് പ്രാർത്ഥിക്കാറില്ല. അവസം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് കുന്തിദേവി മാത്രമേ ഉള്ളൂ. ദുഃഖം തരൂ കൃഷ്ണ. ബാക്കി ആരും അങ്ങനെ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ ആരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുന്തിദേവി മാത്രം ചരിത്രത്തിൽ ഒരാളുടെ പേര് പറയാൻ പറ്റുള്ളൂ. കൃഷ്ണനോട് പറയുന്നുണ്ട് ദുഃഖം തരൂ കൃഷ്ണ. കാരണം ദുഃഖം ഉണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് കൂടുതൽ അങ്ങയെ മനസ്സിൽ കാണാനും പ്രാർത്ഥിക്കാനും കൂടുതൽ അടുക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ പറയും ദുഃഖമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരു. സുഖത്തിൽ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല. ദുഃഖത്തിൽ നിന്നാണ് നമ്മൾ വലിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്നത്. തെറ്റിനെ തിരുത്താൻ കഴിഞ്ഞ കാലങ്ങളെ നമുക്ക് അതിലെ പോരായ്മകളെ നികത്താനും ഒക്കെ സാധിക്കുന്നത് ദുഃഖങ്ങളെ കണ്ട് പഠിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ദുഃഖങ്ങളെ പോലും സ്വീകരിക്കാനുള്ള മനോഭാവം നമ്മുടെ സമൂഹത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരുമില്ല. പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ പഠിപ്പിച്ചിട്ടൊരു കാര്യം. നമ്മളെ ഋഗ്വേദം എടുത്താൽ ഐകമത്യ സൂക്തമുണ്ട്. സംഘചത്വം സമ്പദത്വം സംഭവമനം സിജാനന്ദം ദേവഭാവം പിതാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐകമത്യ സൂക്തമുണ്ട്. ആ മന്ത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ വീട്ടിലൊക്കെ ഐക്യമില്ലെങ്കിൽ ഈ മന്ത്രമെല്ലാം പറയും. ഐകമത്യ സൂക്തം അല്ലെങ്കിൽ അതിന്റെ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാൻ ആൾക്കാർ വരും. അതറിയുമ്പോഴൊക്കെ വരും പുഷ്പാഞ്ജലി ചെയ്യും. അപ്പൊ അതിന്റെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദേവന്മാരും അസുരന്മാരും ഒക്കെ നമ്മുടെ ഉള്ളിലാണ്. സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ നന്മകളാണ് ദേവന്മാര്, നമ്മുടെ ഉള്ളിലെ തിന്മകളാണ് അസുരന്മാർ. അപ്പൊ ദേവതകൾക്ക് എങ്ങനെ ശക്തി ഉണ്ടായി എന്ന് പറയുകയാണ്. ഋഗ്വേദം പറയുകയാണ് അവരുടെ വാക്കുകൾ ഒന്നായിരുന്നു. അവർ ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് മുന്നോട്ട് പോയി, ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഒരേപോലെ അവർ ചിന്തിച്ചു, മനസ്സുകൊണ്ട് ഒരേ ഭാവത്തിൽ ചിന്തിച്ചു, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിലാണെങ്കിലും ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ഈ മന്ത്രം നമ്മൾ സ്മരിക്കണം. നമ്മൾ ഒരുമിച്ച് വീട്ടിലുള്ളവർ പലതട്ടിൽ നിന്ന് സംസാരിച്ചാൽ വെള്ളം നടക്കും. അടിയും പിടിയും ജയിലും ഒക്കെ ആയിരിക്കും, കലഹം.
ഉള്ള സ്വസ്ഥതയും ശാന്തിയും സമാധാനവും എല്ലാം പോകും. അച്ഛൻ ഒരു വഴിക്ക് പോകുന്നു, അമ്മ ഒരു വഴിക്ക് പോകുന്നു, മക്കളാരും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബം നശിച്ചു. അപ്പൊ കുടുംബത്തിന് ഐക്യം ഉണ്ടാകണം, കുടുംബത്തിന്റെ ശക്തിക്ക്. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകും. അതുപോലെ ദേശത്തിന്, സമൂഹത്തിന് ഐക്യം ഉണ്ടെങ്കിലേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാവും, ദേശത്തിന് പുരോഗതി ഉണ്ടാവും, രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമാനമായ മനസ്ഥിതിയോട് കൂടിയ ആൾക്കാരെ ഒന്നിച്ച് ചേരുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് കൈകോർത്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ സമൂഹം ഉയരും. ഇതിന് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ ഒരു മാർഗമുണ്ട് നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ. അതാണ് ക്ഷേത്രം. ഉത്സവങ്ങൾ നമ്മളിപ്പോ ഒന്നിച്ചിരിക്കും. ഇവിടെ എല്ലാവരും ഒന്നിച്ചു വരുന്നു, എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു, ഇവിടെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വരുന്നു. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമം നമ്മൾ എല്ലാവരും അത് ചിന്തിച്ചുകൊണ്ട് വരുന്നു, അല്ലേ? എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ഭാവത്തിൽ. ഇപ്പൊ പല വീടുകളിൽ കഴിയേണ്ടവരാണ്, പല സ്ഥലത്ത് കഴിയേണ്ടവരാണ്. ഈ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്യായിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ. പുരാണങ്ങളിൽ പറയുന്നത്, ആദ്യം പറയുന്നത് ഉത്സവം വേണമെന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണെന്നാണ് പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഉത്സവങ്ങൾ കൊണ്ടാടണം. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദമാണ്. നമ്മുടെ ആനന്ദം ഉയർന്ന് കവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയാണ് ഉത്സവം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഉത്സവം ഉണ്ടാകുന്നത്? എല്ലാവരും ഒന്നിക്കുമ്പോഴാണ്, എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ്, എല്ലാവരും പരസ്പരം പങ്കാളിത്തം പങ്കുചേരുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമ്പോഴാണ്, കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ സന്തോഷം, അത് ആനന്ദമായിട്ട് പരിണമിക്കുന്നു. ഉത്സവം എന്ന് പറഞ്ഞാൽ കൊടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിലെ ശക്തി ഉയർന്ന് നമ്മുടെ ഉള്ളിലെ തന്നെ സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ഐക്യപ്പെടുന്നതാണ്. കുണ്ടലിനി ശക്തി ശിവനുമായിട്ട്, ശിവശക്തി ഐക്യം സംഭവിക്കുന്നതാണ് ഉത്സവം. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ഉത്സവം. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ്. ഇവിടെ നമ്മൾ വന്നില്ലെങ്കിൽ മറ്റു ലഹരിയുടെ പിന്നാലെ നമ്മൾ പോകും. ക്ഷേത്രത്തിലേക്ക് മറ്റു ലഹരിയുടെ പിന്നാലെ നമ്മൾ ഓടും. ആ ലഹരിക്ക് തടയിടാൻ വേണ്ടിയിട്ട്, പുറത്തെ ലഹരിയല്ല, അകത്തൊരു ലഹരി ഉണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായത്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ലഹരി. അതുകൊണ്ട് സൗന്ദര്യ ലഹരി എന്ന് ശ്രീ ശങ്കരാചാര്യൻ പറഞ്ഞു. സൗന്ദര്യ ലഹരി എന്ന് നമ്മുടെ ഉള്ളിലത്തെ ലഹരിയാണ്. ശിവാനന്ദ ലഹരി എന്ന് പറഞ്ഞു, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശിവോജ മംഗളം, മംഗളകരമായ ആനന്ദം തന്നെയാണ് ലഹരി. ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ചെലവുമില്ല നമുക്ക് ഈ ലഹരി അനുഭവിക്കാൻ. ഈ ലഹരി അനുഭവിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ MDMA തുടങ്ങിയ ചരസ്, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളെ, രാസ പദാർത്ഥങ്ങൾ, അതിന്റെ ദ്രവ്യങ്ങളുടെ പിന്നാലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ലഹരി അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഈ ലഹരി അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ മാറും, നമ്മുടെ ജീവിതം ആകെ മാറും, നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ വിഷൻ മാറും. ഞാൻ അടുത്ത സമയം വരെ വളരെ ഈ ആശങ്കാകുലരായിട്ട് നമ്മുടെ സമൂഹത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഈ സമൂഹം ഇങ്ങനെ പോയാൽ എങ്ങനെയായിരിക്കും ദൈവമേ? ഈ ചെറുപ്പക്കാരെല്ലാം വഴിതെറ്റിപ്പോയി, അവരെല്ലാം MDMA അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്നു, വീട്ടിൽ നിന്ന് വഴിവെടച്ചു പോകുന്നു. ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പബ്ബിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട്, ബാറിലും ഒക്കെ പോയിട്ട് ഇത് കഴിക്കുന്നു, കുടിക്കുന്നു, എന്നിട്ട് ബോധം കെട്ട് നടക്കുന്നു, ചിലരെ എടുത്തോണ്ട് പോകുന്നു. പെൺകുട്ടി ആൺകുട്ടി ഭേദമൊന്നുമില്ല. ഇന്നും നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാണാം. ഇവിടെ തന്നെ, കോഴിക്കോട് തന്നെ, വേറെ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിൽ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നൊരു ബൈപ്പാസ് റോഡില്ല. ആ ബൈപ്പാസ് റോഡിൽ രാത്രി കാലങ്ങളിൽ കാണാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും
പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ, ലോ കോളേജുകളിലും മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ വന്ന് നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ കടകളുണ്ടാവും, സൈഡിലെല്ലാം കടകളാണ്. രാത്രി മുഴുവൻ തുറന്നു കിടക്കുക. രാത്രി അവിടെ ഇറങ്ങും, അവിടെ എന്തൊക്കെയോ കഴിക്കുന്നതാണ്, അത് കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ കിടക്കുന്നതാണ്, രാവിലെ എഴുന്നേറ്റ് പോകുന്നതാണ്. ചിലപ്പോൾ ബഹളങ്ങൾ കാണാം, അടി പിടി ബഹളങ്ങൾ, ലഹളകൾ ഇതൊക്കെ കാണാം. ചിലപ്പോൾ നാട്ടുകാർ ഇടപെടുന്ന കാണാം. അവരുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ പോയി ആലോചിച്ചു. പക്ഷെ ഈ അടുത്ത സമയത്ത് എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം തോന്നി. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക പരിവർത്തനം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. അത് ഈ അടുത്ത സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടു, ഈ ബോംബെ തുടങ്ങിയ നഗരങ്ങളിൽ, ബോംബെ, അഹമ്മദാബാദ്, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ ഈ അടുത്ത സമയം നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ടാവും, യൂട്യൂബിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവരുണ്ടാവും. അതായത് നൈറ്റ് ക്ലബിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ നൈറ്റ് ക്ലബ് എന്ന് പറയുന്നത് അവിടെ പോകുന്ന ആൾക്കാർ നമുക്കറിയാം, സമൂഹത്തില് വിലയും നിലയൊക്കെ ഉള്ള എന്നവർ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ നൈറ്റ് ക്ലബിലൊക്കെ പോകുന്നത്. അവിടെ പോയിട്ട് അവർ ബാറിൽ കയറും, ഡ്രിങ്ക്സ് ഉപയോഗിക്കും, എന്നിട്ട് അവിടെ ഡിസ്കോ തുടങ്ങിയ അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക്, ഡിസ്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ രാത്രി മുഴുവൻ അവര് ആടുകയും പാടുകയും കുടിക്കുകയും ലഹരിയിൽ അടിമപ്പെട്ട് ജീവിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ, അത്ഭുതകരമായ ഒരു വ്യത്യാസം. ജനങ്ങൾ തിരിയുന്നു എന്നുള്ളതാണ്. യുവതി-യുവാക്കൾ കൂട്ടമായിട്ട് നൈറ്റ് ഭജൻസ് ക്ലബുകളിൽ വന്നു തുടങ്ങി. പല സ്ഥലങ്ങളിലും പല നഗരങ്ങളിലും ഇപ്പൊ നടക്കുകയാണ്. നമ്മുടെ ഇവിടെ പോലും, കേരളത്തിൽ പോലും മാറ്റം, അത്ഭുതം. കേരളത്തിൽ ഇപ്പൊ നന്ദഗോപം എന്ന് പറഞ്ഞ ഒരു ടീം, ഭജന ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ റാപ്പും റേപ്പുമായിട്ട് വേണ്ട ഡാൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് ജനങ്ങളെ, യുവതി-യുവാക്കൾ കൂട്ടമായിട്ട് നമ്മൾ പേടിച്ചു പോയി. അയ്യോ, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാട് നശിച്ചു പോകുമല്ലോ എന്ന് തോന്നി. കുട്ടികളൊക്കെ റാപ്പ് സംഗീതത്തിന്റെ പുറത്തേക്ക് പോകുന്നു, ലഹരിക്ക് അടിമപ്പെടുന്നു. ആ റാപ്പ് സംഗീതം നടത്തുന്ന ആള് തന്നെ കഞ്ചാവിന് പിടികൂടിയാണ്. അപ്പൊ ഇയാളെ ഒരു മാതൃകയാക്കിയ നമ്മുടെ നാട് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ആലോചിച്ചത്. അപ്പോഴാണ് നന്ദഗോപം പോലെയുള്ള ടീം വരുന്നു. അപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1-2 സ്ഥലങ്ങളില് നന്ദഗോപം ടീം ഭജൻസ് നടത്തിയപ്പോ യുവതി-യുവാക്കളും എല്ലാം നിറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ യുവതി-യുവാക്കളാണ്. ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ യുവതി-യുവാക്കളെ അട്രാക്ട് ചെയ്യത്തക്കോണ്ട് എങ്ങനെയാണ് ഇത് മാറിയത് ആലോചിച്ച് നോക്കണം. അവർക്ക് യഥാർത്ഥ ലഹരി ആഗ്രഹിക്കുന്നവര് ഇതിന്റെ പിന്നാലെ വന്നേ പറ്റൂ, ക്ഷേത്രങ്ങളിലേക്ക് വന്നേ പറ്റൂ. അല്ലെങ്കിൽ ഭജൻസ് എവിടെയാണോ നടക്കുന്നത്, ജപങ്ങൾ എവിടെയാണോ നടക്കുന്നത്, നാമസങ്കീർത്തനങ്ങൾ എവിടെയാണോ നടക്കുന്നത്, അവിടേക്ക് വന്നേ പറ്റൂ. കാരണം അവർക്കൊരു ലക്ഷ്യബോധം കിട്ടി. ഈ നൈറ്റ് ക്ലബില്, ഇന്ന് നൈറ്റ് ഭജൻസ് ക്ലബിൽ എന്താ നടക്കുന്നത് അറിയാമോ? അവിടെ ആ പണ്ട് ഡ്രിങ്ക്സ് ഉപയോഗിച്ച സ്ഥലത്ത് അവർ ഡ്രിങ്ക്സ് മാറ്റി. ഡ്രിങ്ക്സ് ഉണ്ട്, പക്ഷെ ചായ ഇപ്പൊ എല്ലാവരും കുടിക്കുന്നവരാണ് സാധാരണ. ആ ചായ കുടിക്കും, പകരം ബ്രാൻഡിയും ബിസ്കറ്റ് കളഞ്ഞു. പിള്ളേരെ അതൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്താണ്, ഇടയ്ക്കൊന്ന് ചായ കുടിക്കും, പിന്നെ ഒരു ക്ഷേത്രാന്തരീക്ഷം സൃഷ്ടിക്കും, ചന്ദനത്തിരിയും വിളക്ക് എത്തിക്കുന്നു. ഇന്നൊരു സ്ത്രീ പറഞ്ഞതാണ്, ഞങ്ങൾ ബോംബെയിലാണ് അവർ കുറെ കാലം. അതിന് പറഞ്ഞ് എല്ലാവരും ഈ വിളക്ക് എത്തിക്കലും ഇല്ല, നാമജപിക്കലും ഇല്ല. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് മാറ്റം വന്നിരിക്കുന്നു. യുവതി-യുവാക്കൾ വരുന്നു, അവര് വിളക്കുകൾ കൊടുക്കുന്നു, അവർ നാമം ജപിക്കുന്നു, നാണം വിട്ട് അവരെ കൈമുട്ടി പാടുന്നു, അവര് ഡാൻസ് ചെയ്യുന്നു, നൃത്തം വയ്ക്കുന്നു, എല്ലാം ഈശ്വരനാമത്തിൽ. അത്ഭുതം. ഈശ്വരനാമത്തിൽ അവർ കൈയും കൊട്ടി നൃത്തം വെച്ച് എല്ലാം ആടിപ്പാടി മറക്കുന്ന ആ ലഹരി, ഉള്ളിൽ നിന്നുള്ള ലഹരി അനുഭവിക്കുന്നു. അവര് രാത്രി മുഴുവൻ പാടുന്നു ഈശ്വര ഗാനങ്ങൾ, ഈശ്വരന്റെ നാമങ്ങൾ, സ്തുതികൾ, സ്തോത്രങ്ങൾ, അതൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് അത്ഭുതം തോന്നും. വെസ്റ്റേൺ കൺട്രീസിൽ, ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, ഇവിടുന്ന് ആരെങ്കിലും പോകുമ്പോൾ പടിഞ്ഞാറൻ രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അറിയാത്ത മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ അവർ ചൊല്ലുന്നേക്കാം. രുദ്രം, ചമകം തുടങ്ങിയ അതിലൊക്കെ അവര് അനായാസം. ജർമ്മനി പോയാൽ അവിടെ കാണാം ഒരു ടീം, നല്ല ശ്ലോകങ്ങളൊക്കെ നല്ല സ്ഫുടമായിട്ട് അക്ഷരത്തെറ്റ് കൂടാതെ ചൊല്ലുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു.
നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. പലർക്കും നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ നമ്മുടെ സംസ്കാരത്തെ പറ്റി അറിയില്ല. അവരിപ്പോ നമുക്ക് പഠിപ്പിച്ചു തരും എന്ത് വേണം. നമ്മുടെ യോഗ നൽകിയപ്പോ ലോകം മുഴുവൻ യോഗ സ്വീകരിച്ചു. നമ്മളിതൊന്നും വേണ്ടെന്ന് വിചാരിച്ച, പക്ഷെ ലോകം മുഴുവൻ യോഗയെ സ്വീകരിക്കുന്നു, നമ്മുടെ ആയുർവേദത്തെ സ്വീകരിക്കുന്നു, നമ്മുടെ നാമസങ്കീർത്തനങ്ങളെ സ്വീകരിക്കുന്നു. എന്തൊരു അത്ഭുതം! നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ആചാര്യന്മാരെ സ്വീകരിക്കുന്നു. അമ്മയെപ്പോലുള്ള മഹാത്മാക്കൾ പോകുമ്പോൾ കൂട്ടമായിട്ട് വന്നിട്ട് സ്വീകരിക്കുകയാണ്, കാണാൻ വരികയാണ്. ഇപ്പൊ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ യൂറോപ്യൻ ടൂറിൽ അമ്മ പോയിട്ട് അവിടെ യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ വെളുപ്പാൻ കാലത്ത് മുതൽ കുട്ടികളെ എടുത്തുകൊണ്ട് ക്യൂ ആണ്. സായിപ്പന്മാരും മദാമ്മമാരും കാണാൻ. അവരുടെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് ഇംഗ്ലീഷ് പോലും അറിയാൻ പറ്റാത്ത പല രാജ്യങ്ങളുണ്ട് യൂറോപ്പിൽ തന്നെ. അവർ ഇംഗ്ലീഷല്ല എല്ലായിടത്തും സംസാരിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് കൂടുതൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമാണ്. ബാക്കി സ്ഥലത്തൊന്നും അങ്ങനെയല്ല. പക്ഷെ അവർ കൂട്ടമായിട്ട് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഒക്കത്ത് വെച്ച് മണിക്കൂറോളം തണുപ്പത്ത്, നല്ല 0 ഡിഗ്രി നമുക്ക് പേടി തോന്നുന്ന അത്രയും നമുക്ക് മരവിച്ചു പോകുന്ന തണുപ്പത്ത് കുട്ടികളെ എടുത്ത് കാണാൻ നിൽക്കുക. എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ സീറ്റ് കിട്ടുന്നില്ല. ഉള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഇടയുള്ള സ്ഥലമുണ്ട്. അതെല്ലാം പിടിച്ച് അമ്മ തന്നെ ബാക്കി പുറത്ത് നിൽക്കുന്നവരെല്ലാം പിടിച്ച് കിട്ടും. അവരവിടെ അമ്മയോടൊപ്പം ധ്യാനിക്കാനും ഭജന പാടാനും ഒക്കെ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിന് ആവശ്യം ഇതാണ്. ലോകത്തിന് യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. ഇത് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഒരു കാലത്ത് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എങ്ങനെയാണ് വളർന്നതെന്നറിയാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇവിടുന്ന് പ്രഭുപാദം എന്ന് പറഞ്ഞ അദ്ദേഹം സ്വർണ്ണ വ്യാപാരിയായിരുന്നു. ഒരു കാലത്ത് കച്ചവടമൊക്കെ മതിയാക്കി 60-ാം വയസ്സിൽ അദ്ദേഹത്തിനൊരു ദർശനം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇന്ത്യ വിട്ടിട്ട് പുറത്തുപോയി ഈ സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് വിഷ്ണുവിന്റെ ഒരു ദർശനം ഉണ്ടായിരുന്നാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ദർശനം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന് ധർമ്മം പ്രചരിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അങ്ങനെ അമേരിക്കയില് ഇങ്ങനെ പല സ്ഥലങ്ങളെ കറങ്ങണം. എവിടെയാണ് തനിക്ക് ധർമ്മം പ്രചരിപ്പിക്കാൻ പറ്റും നോക്കിയപ്പോ ഇദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു പോയ ആളാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പൈസയൊന്നുമില്ല. വലിയ വാടകയാണ്. ഒരു കെട്ടിടം എടുക്കണമെങ്കിൽ വാടക കൊടുക്കണമെങ്കിൽ വലിയ അതിനുള്ള പൈസയില്ല. ചെറിയ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അങ്ങനെ വാടക കുറഞ്ഞ ഒരു സാധനം ഒരു കെട്ടിടം അന്വേഷിച്ച് നടന്നു അദ്ദേഹം. അങ്ങനെ നടന്നപ്പോ അങ്ങനെ ഹവായ് ബീച്ചിലെത്തിയെന്നാണ്. ഹവായ് ബീച്ച് വളരെ അന്നത്തെ കാലത്ത് കുപ്രസിദ്ധമാണ്. അക്കാലഘട്ടങ്ങളിൽ ഹിപ്പികളാണ് ഏറ്റവും കൂടുതൽ ഹിപ്പികൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഹിപ്പികളുടെ ഒരു ഫാഷനായിരുന്നു ഈ കോടീശ്വരന്മാരുടെ മക്കളെ കുളിക്കാതെ നനയ്ക്കാതെ മല്ല് തേക്കാതെ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ട് ഈ ഹവായ് ബീച്ചിൽ പോയി കിടക്കും. ചിലപ്പോൾ തുണി പോലും ഉണ്ടായില്ല. അതുപോലെ അവർക്ക് അറിയില്ല, തുണി ഉണ്ടോന്ന് പോലും അറിയില്ല. അവിടെ ബീച്ചിലൊക്കെ പോയി കിടക്കുക. അത് ചെറസോ കഞ്ചാവോ ഒക്കെ അടിച്ചിട്ടായിരിക്കും പോയി കിടക്കുക. യാതൊരു ലക്ഷ്യമില്ല. കുറെ പൈസ അച്ഛനമ്മമാരുണ്ടാക്കിയിട്ടുണ്ട്, അനുഭവിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. ഈ പൈസ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ കുറച്ച് പ്രജാളി ചെറിയ കിടക്കും. സന്തോഷമാണല്ലോ മനുഷ്യന് വേണ്ടത്. പൈസ കൊടുത്ത് കിട്ടാൻ പറ്റുന്ന സന്തോഷം അതാണല്ലോ അല്ലെ? ആ രാസലഹരി അതടിച്ച് ഇങ്ങനെ ദിവസങ്ങളോളം കിടക്കുക, അവിടെ കിടക്കുക, പിന്നെ എഴുന്നേക്കുക, എപ്പോഴും ബോധം വരുമ്പോൾ എന്തെങ്കിലും കഴിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും കിടക്കുക. ഇത് തന്നെ പരിപാടി. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ചെറിയ ബിൽഡിംഗ് അദ്ദേഹം ഉണ്ട്, ഒരു പൊട്ടിപ്പൊളിക്ക് വീഴാറായ ബിൽഡിംഗ്. അതിനകത്ത് അദ്ദേഹം വിഷ്ണുവിന്റെ ഒരു പ്രതിമ വെച്ചു, വാടകയ്ക്ക് എടുത്തു. അവിടെ ഒരു വിഷ്ണുവിന്റെ പ്രതിമ വെച്ചിട്ട് പൂജ തുടങ്ങി. മണിയടിക്കും, പൂജ ചെയ്യും. അദ്ദേഹം പുഷ്പങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് പുഷ്പമൊക്കെ ഇട്ട് കുറച്ച് നിവേദിക്കും അദ്ദേഹം. അതിൽ പൂജ ഇദ്ദേഹം തന്നെ നാമസങ്കീർത്തനം ചൊല്ലും. ഇദ്ദേഹം തന്നെ നാമസങ്കീർത്തനം കുറെ നേരം ഭഗവാൻ സ്തുതികളിലുണ്ട്. അങ്ങനെ ഹിപ്പികൾക്ക് ആദ്യമായിട്ട് അവരുടെ ചെവി ഇങ്ങനെ മണിയടി ശബ്ദവും ഒരു പുതിയ ഒരു കർപ്പൂരത്തിന്റെ മണവും ഇതെല്ലാം കൂടെ വന്നപ്പോൾ അവർക്ക് പുതിയ ഒരു ചേഞ്ച് തോന്നി. എന്താ ഇത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ചിലർ ഹിപ്പികളൊക്കെ അതിലെ വന്ന് നോക്കി. അപ്പൊ ഇങ്ങനെ പൂജ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവർക്ക് രസം തോന്നി. അവർ കയറി വെറുതെ ആ ഹാളിൽ കയറി
നമ്മൾ കണ്ടു കളയാം എന്ന് വിചാരിച്ച് അവരാ ഹാളിൽ കയറി ഇരിക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം സങ്കീർത്തനം പാടും. അങ്ങനെ സങ്കീർത്തനം പാടുമ്പോ ഇവര് പതുക്കെ പതുക്കെ കുറച്ചുനാൾ കഴിഞ്ഞ് ഇവരും സങ്കീർത്തനം കേട്ട് പഠിക്കാൻ തുടങ്ങി. ഇവരും കൂടെ പാടുന്നു. അങ്ങനെ കേട്ട് പഠിച്ച് ഇദ്ദേഹം വരെ പഠിപ്പിച്ചു, പല ഭജൻസും പഠിപ്പിച്ചു. അപ്പൊ അവർക്കൊരു സന്തോഷമായി. ഇതേ ചില കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഗീതയിലെ ചില കാര്യങ്ങള്, അതുപോലെ തന്നെ ഭാഗവതത്തിലെ ചില ഘടകങ്ങള്, അതൊക്കെ പറഞ്ഞു കൊടുത്തു. ഭഗവത് കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്ക് ഇൻട്രസ്റ്റ് ആയി. ജീവിതത്തിനൊരു ലക്ഷ്യം തിരിച്ചു വന്നതുപോലെ തോന്നി. ഇപ്പികൾക്ക് എല്ലാം ജീവിതത്തിന്റെ ആശയും പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചെത്തുമോ എന്ന് കിട്ടിയതുപോലെ തോന്നി. അങ്ങനെ അവരാകെ മാറാൻ തുടങ്ങി. കുളിക്കാത്തവൻ കുളിച്ചു, പല്ല് തേക്കാത്തവൻ പല്ല് തേച്ചു, വേണ്ടാത്ത കഴിക്കുന്ന ശീലമൊക്കെ മാറ്റിവെച്ചു. എന്നിട്ട് ഇവർ നാമസങ്കീർത്തനത്തിന്റെ ലഹരിയിലേക്ക് വന്നു. ആ ലഹരി ഒരിക്കൽ പിടികൂടിയാൽ പിന്നെ പോകത്തില്ല. നാമസങ്കീർത്തന ലഹരി, ആ ലഹരി അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. യഥാർത്ഥ ലഹരി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്. ആ ലഹരി കിട്ടിയപ്പോ, ഭക്തിയുടെ ലഹരി കിട്ടിയപ്പോ അവരതിൽ ആനന്ദം കണ്ടെത്തി. അങ്ങനെ എന്ത് ചെയ്തു? ഇവര് ഒരു ദിവസം എല്ലാവരും കൂടെ പ്രഭാതത്തിൽ ഇങ്ങനെ നാമസങ്കീർത്തനങ്ങൾ തെരുവുകളിൽ ആടിപ്പാടി വരാൻ തുടങ്ങി. ഇത് കണ്ട് മറ്റു ഹിപ്പികൾ കൂടാൻ തുടങ്ങി. അങ്ങനെ കൂടി വലിയൊരു ആൾക്കൂട്ടമായി. ഇന്ന് ലോകത്തിലെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം മാറിയെങ്കിൽ അതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിതത്തിൽ എല്ലാ ആശയും പ്രതീക്ഷയും എല്ലാം നഷ്ടപ്പെട്ട സമൂഹത്തിന് ചിറക് വിരിച്ചതുപോലെ. രാമായണത്തിൽ സമ്പാദിയുടെ ചിറക്, അറ്റുപോയ ചിറക് മുളച്ചു. ഒരു ഋഷി ശമിച്ചിരുന്നു സമ്പാദിയെ. നിനക്ക് വരം കൊടുക്കുകയും ചെയ്തു. നിനക്ക് രാമന്റെ കഥ കേൾക്കുമ്പോ നഷ്ടപ്പെട്ടു പോയ ഈ ചിറകുകൾ നിനക്ക് മുളച്ചു വരും എന്നൊരു വരം കൊടുത്തു. ആ വരം രാമന്റെ കഥകൾ കേൾക്കുവാനിടയായി വാനരന്മാർ സീതാന്വേഷണത്തിന് വേണ്ടി വന്ന സമയത്ത് അവരുടെ ഇടയിൽ നിന്ന് എന്നെ അംഗദനും മറ്റും സംസാരിക്കുന്നത് കേട്ട് സമ്പാദി അവരുടെ അടുത്ത് വരികയാണ്. ആരുടെ കഥയാണ് ഈ കേൾക്കുന്നത്? രാമന്റെ കഥ. രാമന്റെ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ അവരെ തിന്നാനായിട്ട് വന്ന ഈ പക്ഷി അവസാനം മാറുകയാണ്. ഈ പക്ഷി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയാണ്. ആ ദുഷ്ടത മാറിയിട്ട് ശിഷ്ടത സ്വീകരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ആ ശിഷ്ട ആചാരങ്ങളെ പറ്റി കേൾക്കുമ്പോൾ, ശിഷ്ടന്മാരെ പറ്റി കേൾക്കുമ്പോൾ, മഹാത്മാക്കളെ പറ്റി കേൾക്കുമ്പോൾ, അവരുടെ അവതാര കഥകൾ കേൾക്കുമ്പോൾ, അവരെന്തിനു വേണ്ടി ലോകത്ത് ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ, അവരുടെ ദൗത്യങ്ങൾ എന്താണെന്ന് കേൾക്കുമ്പോൾ, നമ്മളുടെ ദൗത്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഈ ചിറക് മുളയ്ക്കും. സമ്പാദിക്ക് ചിറക് മുളച്ചതുപോലെ നമുക്കും മുളയ്ക്കും. ആ സമ്പാദി ചിറകറ്റുപോയ ഒരു പക്ഷിക്ക് ഈ ആകാശത്തിന്റെ ഉയരങ്ങളിൽ പറയാൻ സാധിക്കും. അതിന്റെ ആകാശത്തിന്റെ ആ അനന്തത അറിയാൻ സാധിക്കുമോ? ഒന്നും ഒരിക്കലും സാധിക്കില്ല. ആ ചിറക് തിരിച്ചു കിട്ടി ആ പക്ഷിക്ക്, സമ്പാദിക്ക് തിരിച്ചു കിട്ടിയതാണ്. അത് പറന്നു, അത് അന്വേഷിച്ചു, അത് ചുറ്റുപാടും ആദ്യമായിട്ട് അതിന് അറ്റുപോയ ചിറകുകളൊക്കെ മുളച്ചു വന്നപ്പോൾ പുതിയൊരു പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടായി. ആദ്യത്തെ ദൗത്യം തന്നെ രാമന് വേണ്ടിയിട്ടായിരുന്നു സീതാന്വേഷണം. അത് നടത്തി. ഇന്ന സ്ഥലത്താണെന്ന് ആ സന്ദേശം കൊടുക്കുന്നത് സമ്പാദ്യമാണ്. രാമായണത്തിൽ നോക്കുക, നഷ്ടപ്പെട്ടു പോയ ചിറകുകൾ നഷ്ടപ്പെട്ടു പോയവരാണ് നമ്മുടെ സമൂഹം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ടാണ് കഞ്ചാവിന്റെ ചരസിന്റെ ഒക്കെ പിന്നാലെ, ഈ ലഹരിയുടെ പിന്നാലെ, ബാഹ്യ ലഹരിയുടെ പിന്നാലെ പോകുന്നത്. നമുക്ക് വേണ്ടത് ആന്തരിക ലഹരിയാണ്. ആ ആന്തരിക ലഹരി കിട്ടണമെങ്കിൽ ക്ഷേത്രങ്ങളിലൂടെ, ഉത്സവങ്ങളിലൂടെ, ആനന്ദോത്സവങ്ങളിലൂടെ, ഭജനയിലൂടെ, കീർത്തനങ്ങളിലൂടെ, നാമസങ്കീർത്തനങ്ങളിലൂടെ, സ്തോത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ആനന്ദ ലഹരിയെ ഉണർത്തുക എന്നുള്ളതാണ്. ഇതാണ് ഉത്സവം. യഥാർത്ഥ ഉത്സവം ഇവിടെയാണ്. ആ ഉത്സവമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, ഇവിടെ എപ്പോഴൊക്കെ നവോത്ഥാനങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ക്ഷേത്രങ്ങളിലൂടെ നടക്കുമെന്ന് നമ്മുടെ മഹാത്മാക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ വേദാന്തത്തിൽ എവിടെയും അദ്വൈതം പറയുന്ന വേദാന്തത്തിൽ എവിടെയും വിഗ്രഹാരാധന പറയുന്നതേ ഇല്ല. വേദാന്തത്തിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും, ഞാൻ തന്നെ ഈശ്വരൻ. പ്രജ്ഞാന ബ്രഹ്മാന്തം, ഈ പ്രജ്ഞ തന്നെയാണ് ഈശ്വരൻ.
നമ്മുടെ ഉള്ളിലെ പ്രജ്ഞ തന്നെയാണ് ഈശ്വരൻ. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീ തന്നെയാണ് ഈശ്വരൻ. അയമാത്മാ, ഈ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഇത് 4 മഹാവാക്യങ്ങളാണ്, 4 വേദങ്ങളിൽ നിന്നുള്ളതാണ്. ഈ വേദങ്ങളുടെ സാരാംശമാണ്. ആ സാരാംശം എല്ലാം നമ്മളിലേക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ് നീ തന്നെയാണ് ഈശ്വരൻ. ആ അനുഭവം വരുമ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയും. അതാണ് അഹം ബ്രഹ്മാസ്മി. ഇത് പറയുന്ന അടുത്ത് വിഗ്രഹാരാധന അവിടെ ഇല്ല. ഇത് സ്ഥാപിച്ച ആൾ ശ്രീശങ്കരാചാര്യൻ. ഈ ശ്രീശങ്കരൻ തന്നെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ഇത് നമുക്കറിയാം. ഉത്തരേന്ത്യയിൽ പോയ ബദരിയിലെ ശങ്കരൻ അവിടെ ഇവിടുന്ന് കൊണ്ടുപോയ പുരോഹിതന്മാരെ അവിടെ വെച്ചു. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ പുരോഹിതന്മാരെ അവിടെ ദൗത്യം ഏൽപ്പിച്ചു, പൂജയുടെ ദൗത്യം ഏൽപ്പിച്ചു ചെയ്യാനായിട്ട്. കണക്കി ക്ഷേത്രങ്ങൾ, മൂകാംബികയിൽ ക്ഷേത്രങ്ങളുണ്ടായി. അങ്ങനെ പല സ്ഥലത്തും ശങ്കരൻ തന്നെ ശാരദാപീഠം തുടങ്ങിയ പീഠങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി. മഠങ്ങൾ ഉണ്ടാക്കി, 4 മഠങ്ങൾ ഉണ്ടാക്കി. അവിടെയെല്ലാം ആരാധനയ്ക്ക് വേണ്ടി ദേവി പ്രതിഷ്ഠ നടത്തി. ഇതൊക്കെ ശ്രീശങ്കരൻ നടത്തി. അദ്വൈതിയായിരിക്കുന്ന തികച്ചും അവർക്ക് വിഗ്രഹം, മഹാത്മാക്കളുടെ അതിന്റെ ആവശ്യമില്ല, വിഗ്രഹത്തിന്റെ ആവശ്യമില്ല. എന്നിട്ട് കൂടി അവര് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. സാധാരണ മനുഷ്യർ ഇതൊക്കെ വേണം, ഈ ആരാധന വേണം. അതിനു വേണ്ടിയിട്ടാണ്, അതിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്ഷേത്രങ്ങൾ. നാരായണ ഗുരുദേവൻ വന്നു. നാരായണ ഗുരുദേവൻ വന്നപ്പോഴെന്ത് ചെയ്തു? ആദ്യമായിട്ടൊരു ശിവരാത്രി ദിവസമാണ് അദ്ദേഹം നദിയുടെ അടിയിലേക്ക്, ആഴത്തിലേക്ക് മുങ്ങിച്ചെന്നിട്ട് ശിവലിംഗം തപ്പിയെടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. അവിടെ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്ന, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന ആ ഇടങ്ങളിലേക്ക് 1000 ഖണ്ഡങ്ങളിൽ നിന്ന് ജപിക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയി പൊക്കിയെടുത്തുകൊണ്ട് വന്ന് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു ശിവലിംഗം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് അതിലൂടെയാണ് ഒരു വിപ്ലവം ഉണ്ടാക്കിയത്. കേരളത്തിലെ ആദ്യത്തെ വിപ്ലവം അവിടെ കൊണ്ട് തുടങ്ങി. ക്ഷേത്ര ആരാധനയുടെ വിപ്ലവം. ക്ഷേത്രങ്ങൾ നിഷേധിച്ചവർക്ക് ക്ഷേത്രങ്ങൾ വേണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലേ മനുഷ്യന് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുവാനുള്ള പ്രേരണ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ക്ഷേത്രം അത്യന്താപേക്ഷിതമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു നമ്മുടെ മഹാത്മാക്കള്. ക്ഷേത്രങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലൂടെയാണ് എല്ലാം നടത്തിയിരുന്നത്. ക്ഷേത്രങ്ങളിലൂടെ ചികിത്സ നടത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കോടതികളായിരുന്നു. ഒരു സമയത്ത് ക്ഷേത്രത്തിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കോടതികൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തില് ഇവിടെ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, ഈശ്വരന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ സത്യം സത്യം സത്യം, ആരും കള്ളം പറഞ്ഞിരുന്നില്ല. ഇന്ന് ഈശ്വരനാണെങ്കിലും കള്ളം പറയുന്നത് മാത്രമല്ല, ഈശ്വരനെ തന്നെ അടിച്ചെടുത്തോണ്ട് പോകും. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും എല്ലാം കണക്കാം. എന്നാൽ ഭക്തജനങ്ങളാണ് പാവങ്ങൾ, അവർക്കൊന്നും മനസ്സിലാകുകയില്ല. എല്ലാം ഭഗവാനോട് സമർപ്പിക്കും. കള്ളന്മാരത് കൊള്ളാം, ഇവരെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ്. ഭക്തന്മാരെയാണല്ലോ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം. അപ്പൊ ഭക്തന്മാർ കൊണ്ട് എല്ലാ സ്വർണവും പണ്ടവും എല്ലാം കൊണ്ടുപോയി ചൊല്ലി അവിടെ കൊണ്ടുപോയി. കള്ളന്മാരതിന് വായിക്കത്ത് വരെ കുത്തിത്തിരികെ കൊണ്ടുപോയെന്ന് കിട്ടും. രണ്ട് സമയത്ത് സ്ഥലമില്ലാതിട്ട് വായിക്കത്ത് വരെ കുത്തിത്തിരികെട്ട് സ്വർണവും നോട്ടും എല്ലാം ഒന്നും അതിന് വായി വെച്ചോണ്ട് പോയത് അതിശയം തോന്നും. എവിടെയൊക്കെ വെക്കുന്നത് അറിയില്ല, വേറെ പല സ്ഥലങ്ങളിലും വെക്കുന്നുണ്ടാകും. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ സ്ഥിതി. ഇന്ന് ക്ഷേത്രങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പല ദേവസ്വം ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നല്ല സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ നടക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല ആളുകളോടും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ ചില പല സ്ഥലങ്ങളിലും അതെല്ലാം ഈ ദ്രവ്യങ്ങളൊക്കെ അടിച്ചു മാറ്റുക, വീട്ടിലേക്ക് കൊണ്ടുപോവുക, അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടി ചെയ്യുക, അങ്ങനെ നമ്മുടെ സമൂഹത്തെ ദുഷിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൽ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെയ്യുന്ന പാപത്തിന് പരിഹാരമില്ലെന്നാണ് പറയുന്നത്. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ എത്രയോ നമുക്ക് വില കൊടുക്കേണ്ടി വരും അത് തീർക്കാൻ, ആ പാപം തീർക്കാൻ. എന്താ പറയുക? കാരണം ക്ഷേത്രങ്ങള് തീർത്ഥങ്ങള് എന്നൊക്കെ പറയുന്നത് നമ്മളെ കരകയറ്റുന്ന കേന്ദ്രങ്ങളാണ്, പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ്. ആ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ വന്ന് പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഇരട്ടിയാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം. ഒന്നും പോയില്ല, എല്ലാം കണക്ക് തീർത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ.
ഒരു നയ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോലും കണക്ക് നമ്മൾ തീർക്കേണ്ടത്. അതുകൊണ്ടാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്ര സ്വത്ത് എങ്ങനെ വന്നു? എത്ര സ്വത്ത് വരാനുള്ള കാരണം എന്താ? കക്കാൻ ആളില്ലാഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് പണ്ടേക്ക് വരും. ABCD നിലവറയൊക്കെ കാലിയായിരുന്നു. അതിപ്പോ അതൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് കള്ളന്മാരില്ലായിരുന്നു. അവര് കൊണ്ടുപോയി കൊടുത്തവരാണ്, ഭഗവാൻ സമർപ്പിച്ചവരാണ്. അത് സൂക്ഷിക്കാനുള്ള ആൾക്കാർ അതിൽ നിന്ന് മോഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് നിറഞ്ഞിരിക്കുന്നത്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്, കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധ ഉലകിൽ സുലഭം. ബഹുവിധ ഉലകിൽ സുലഭമാണ്. രണ്ട് കാര്യമാണ്, കനകം കാമിനി. ഇപ്പൊ കനകം മൂലം അല്ലേ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാമിനിയും ഒരു സ്ഥലത്ത് കാമിനിയാണ്, വേറെ സ്ഥലത്ത് കനകമാണ്. ഇത് രണ്ടും കൊണ്ടിരുന്നത് നമ്മുടെ നാട് മുഴുവൻ അന്ന് പാടിയിരുന്ന് പ്രസക്തമാണ്, എക്കാലവും പ്രസക്തമാണ്. കുഞ്ചൻ നമ്പ്യാർ വെറുതെ പാടിയതല്ലത്, എല്ലാ കാലത്തേക്കും വേണ്ടി ഒരു പാട്ട് പാടിയതാണ്. അപ്പൊ ശബരിമലയില് ആണെങ്കിലും ശ്രീ ഗുരുവായൂരപ്പന്റെ സ്ഥലത്താണെങ്കിലും അവിടെ ഓടിട്ട് നടന്നിട്ട് കാലം കുറെ ആയിരുന്നു. കാലം കുറെ ആലോചിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ ഇതൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നുകയാണ്. നമുക്ക് വിശ്വസ്തത, ഈ സമൂഹത്തിന് ആരോഗ്യം ഉണ്ടാകണം, ക്ഷേമം ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം. ഐശ്വര്യം ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ക്ഷേത്രങ്ങളിലൂടെ നിർവഹിക്കാൻ പറ്റും. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ലോകത്തിന് മാതൃകയായിട്ട് മാറുന്നത്. ക്ഷേത്രങ്ങളൊക്കെ മാതൃകയായിട്ട് മാറും. അന്നദാനം ആചാര്യ തവ സാമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്ര വൃദ്ധിസ്തു പഞ്ചത. തന്ത്രശാസ്ത്രം പറയുന്നു, ആചാര്യന്റെ തപസ്, ആചാര്യൻ തപസ്യായിരിക്കണം. മന്ത്രം ദീക്ഷാമന്ത്രം മേടിച്ചവനായിരിക്കണം. ദീക്ഷാമന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയവനായിരിക്കണം ആചാര്യൻ. മന്ത്രശാസ്ത്രങ്ങളെ പഠനം അവൻ പഠിച്ചവനായിരിക്കണം, അതിന്റെ ആഴത്തിൽ പോയവനായിരിക്കണം. ഏറ്റവും വലിയ രസം, മേൽശാന്തിയോട് പൂർണ്ണൻ എന്ന ജഡ്ജി ചോദിച്ചു ശബരിമലയിലെ ഇതിന് മുമ്പത്തെ മേൽശാന്തിയോട്, നിങ്ങളെ ഭാഗ്യസൂക്തവും ഗണപതി മന്ത്രമൊക്കെ ഒന്ന് ചൊല്ലാൻ പറഞ്ഞു. ആ ശാന്തിക്ക് ചൊല്ലാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാണ് ഗണപതി ഹോമവും ഈ പൂജയും ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ കൈമലർത്തി. അത് പരമ്പരാഗതമായിട്ട് കണ്ടുപിടിച്ചതാണ്, പാരമ്പര്യം കണ്ടുപിടിച്ചതാണ്. അപ്പൊ മന്ത്രം അറിയാതെ പൂജ ചെയ്താൽ തന്ത്രശാസ്ത്രം പിന്നെ എന്തിനാണ് തന്ത്രശാസ്ത്രം ഉണ്ടായത്? ആ തന്ത്രത്തിന്റെ വഴികളിൽ പരശുരാമന്റെ രീതിയിലാണ്. പരശുരാമ കൽപ്പസൂത്രമാണ് ഇതിന്റെ ആധികാരികമായ ഗ്രന്ഥം കേരളത്തിലെ. അതിൽ തന്നെ കുഴിക്കാട്ട് പച്ച തുടങ്ങിയ അനവധി ഗ്രന്ഥങ്ങളുണ്ടായി. അവസാനമാണ് ക്ഷേത്രചൈതന്യ രഹസ്യം, മാധവജി ക്ഷേത്രചൈതന്യ രഹസ്യം, ഇതിനുള്ള ഗ്രന്ഥങ്ങളൊക്കെ. അപ്പൊ അതിലൂടെ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ ആചാര്യന് തപസ്സുണ്ടായിരിക്കണം. ക്ഷേത്രത്തിൽ വരുന്നവർക്ക് തപസ്സുണ്ടായിരിക്കണം. ക്ഷേത്രത്തിൽ വരുന്നവർ വെറുതെ വന്ന് കഴിച്ചു പോകാൻ പാടില്ല. കഴിക്കുന്നതിന് പകരം കൊടുത്തിരിക്കണം. നാമജപം, കായജം, വിത്തജം, ചിത്തജം 3 വിധത്തിൽ കൊടുക്കണം. കായജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് നോടത്തിൽ സേവ ചെയ്യുക. ഒന്ന് വിളമ്പി കൊടുക്കാൻ നിന്നാൽ മതി, അല്ലെങ്കിൽ പുകർച്ചു കൊടുക്കാൻ നിന്നാൽ മതി, അല്ലെങ്കിൽ ഒരു മാല കെട്ടിക്കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ കായജം എന്തെങ്കിലും ഒരു സേവ, അല്ലെങ്കിൽ വിളക്ക് കഴുകി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുറ്റം തൂത്ത് കൊടുത്താൽ മതി. സേവയാണ്, ആ സേവ പൂജയാണ്. നിങ്ങൾക്കറിയോ, സിഖുകാരുടെ ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ ചെരുപ്പ് തുടയ്ക്കുക. വലിയവരും ചെറിയവരൊന്നുമില്ല, വരുന്നവരുടെ ചെരുപ്പ് ഷൂസ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കും. കാരണം സേവയാണ്. ആരുടെ സേവയാ? നമ്മുടെ സേവയല്ല, മനുഷ്യന്റെ സേവയല്ല, ഈശ്വര സേവയാണ്. വരുന്നവരുടെ ചെരുപ്പ് തുടയ്ക്കുമ്പോൾ അവർ ഈശ്വരനായിട്ട് കാണും. ഞങ്ങൾ ഈശ്വരനെയാണ് സേവിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ സേവിക്കുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈശ്വര സേവയായിട്ട് നമുക്ക് കാണാൻ കഴിയും. കായികം, വിത്തജം, വിത്തം കൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ സമ്പാദ്യങ്ങളിൽ 1% നമ്മൾ അതിലേക്ക് കൊടുക്കുമ്പോൾ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കുക. നമ്മുടെ ഇവിടെ ഈ നാട്ടിൽ പട്ടിണി ഉണ്ടാകും. ശബരിമലയിലെയും ഗുരുവായൂരെയും
ഒക്കെ വരുമാനം എടുത്തിട്ട് സമൂഹത്തില് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ പട്ടിണിക്കാർ ഇവിടെ ഉണ്ടായില്ല. വേണ്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അയൽപക്കത്ത് വിശക്കുന്നവരുണ്ടാകുമ്പോ അതുകൊണ്ട് വെടിക്കെട്ട് നടത്തിക്കൊണ്ട് കാര്യമില്ല. വെടിക്കെട്ടൊക്കെ ചെറുതായിട്ട് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കോടിക്കണക്കിന് രൂപയാണ് വെടിക്കെട്ട് നടത്തിക്കൊണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നത്. കരിമരുന്നും വേണ്ടെന്ന് നാരായണഭൂതം പറഞ്ഞിട്ട് കാലം പറയാം. അവിടെ രഥോത്സവമാണ്. നമുക്ക് പ്രധാനമായിട്ട് രഥോത്സവം നടത്താം എന്ന് വിധിയുണ്ട്. രഥം അവിടെ കൽപ്പനത്തൊക്കെ ഉണ്ടാകും. മൂകാംബിക രഥം അവിടെയൊക്കെ രഥങ്ങളിലാണ്. രഥോത്സവം രാജാക്കന്മാർ രഥത്തിലായിരുന്നു. ഒരു രാജാവിന് കൊടുക്കുന്ന ആദരവോടുകൂടി ആണ് ക്ഷേത്ര ദേവതയെ നമ്മൾ കൊണ്ടുപോകുന്നത്, എഴുന്നള്ളിക്കുന്നത്. ഒരു രാജാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന രാജൻ എന്നുള്ള ഭാവമാണ് ദേവതയ്ക്ക്. ദേവത ദൈവമല്ല. അമ്പലത്തിലിരിക്കുന്നത് ദൈവമല്ല, ദേവതയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ദേവതയാണ്. അത് മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്, ഭാവം കൊടുത്ത് സൃഷ്ടിക്കുന്നതാണ്. ആചാര്യന്റെ പ്രാണശക്തിയാണ്. ആ പ്രാണശക്തി സ്വയം തപസ് ചെയ്തുണ്ടാക്കിയത്, തപസ്സിലൂടെ ഉണ്ടാക്കിയെടുത്ത പ്രാണശക്തിയെ ആ ചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ്. അപ്പോഴാണ് വിഗ്രഹത്തിന് അനുഗ്രഹ ശക്തികൾ ഉണ്ടാകുന്നത്. അതിന് കയ്യും കാലും ഒക്കെ മുളയ്ക്കുന്ന അപ്പോഴാണ്, അതിനെ അനുഗ്രഹിക്കാൻ കഴിയുന്ന അപ്പോഴാണ്. അല്ലെങ്കിൽ അത് ഒരു കല്ലാണ്. ആ കല്ലിലേക്ക് ചൈതന്യം പ്രവേശിപ്പിച്ചു കൊടുക്കുന്നത് ആചാര്യനാണ്, തപസ്യാണ്. ആ തപസ്യയുടെ ചൈതന്യമാണ് ഇതിലിരിക്കുന്നത്. അതുകൊണ്ടാണ് തപസ്യ പിതൃസ്ഥാനീയനാണെന്ന് പറയുന്നത്. ആ തപസ്യ തന്നെയാണ് ഒരു രൂപത്തിൽ മറ്റൊരു രൂപത്തിൽ അവിടെ തന്നെ ഇരിക്കുന്നത്. ഗുരുക്കന്മാരാണ് അതിലിരിക്കുന്നത്, ആ രൂപത്തിലിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ. തപസ്യയിലൂടെ അതിനെ ഉണർത്തിയെടുക്കുക. ആ ഉണർത്തിയെടുത്ത ചൈതന്യത്തെ അതിൽ നിക്ഷേപിക്കുക. അതിൽ മഹാജനങ്ങള് ജനസമൂഹം ഒന്നിച്ചു വരികയും അവിടെ ഏകാഗ്രമായിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവർ നാമജപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചൈതന്യം അതിൽ വിഗ്രഹത്തിൽ വർദ്ധിച്ച് അത് കവിഞ്ഞൊഴുകും. അതാണ് ഉത്സവത്തിൽ കവിഞ്ഞൊഴുകലാണ്. ആ കവിഞ്ഞൊഴുകൽ കഴിഞ്ഞ് നമ്മളറിയാം, ഉത്സവം നടന്ന പള്ളിവേട്ട കഴിഞ്ഞിട്ട് ആറാട്ടം. പള്ളിവേട്ടയൊക്കെ നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. പള്ളിവേട്ട നമ്മുടെ ഉള്ളിലെ മൃഗങ്ങളെയാണ് കൊല്ലേണ്ടത്. പണ്ടുകാലത്ത് പള്ളിവേട്ട നടത്തിയ രാജാക്കന്മാരാണ്. അവർ കാടുകളിൽ പോയിട്ട് മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങളെ, ക്രൂരങ്ങളായ മൃഗങ്ങളെ വേട്ടയാടി അതിനെ നശിപ്പിച്ച് മനുഷ്യരെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനാണ് വേട്ടയാടൽ വെച്ചിരുന്നത്, പള്ളിവേട്ട. ആ പള്ളിവേട്ടയുടെ സ്മരണയാണ് ഇവിടെ. സത്യത്തിൽ ആ മൃഗങ്ങളൊക്കെ നമ്മുടെ ഉള്ള അമ്മ പറയുന്ന പോലെ കാടായി, നമ്മുടെ ഹൃദയം കാടായി. ഇവിടെ ക്രൂരമൃഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലായി. ഈ ക്രൂര മൃഗങ്ങളെയാണ് നമ്മൾ ബലികഴിക്കേണ്ടത്. അതിനാണ് ബലിക്കല്ല്. ഈ ബലിക്കല്ല് നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലെ മൃഗങ്ങളെ ബലികഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല പുറത്തെ മൃഗത്തെ അല്ല, പുറത്തെ കോഴിയെയും പശുവിനെയും ആടിനെയും അറക്കലല്ല. നമ്മുടെ ഉള്ളിലെ മൃഗങ്ങൾ, മൃഗീയ വികാരങ്ങളെ അറുത്തു മാറ്റി അവിടെ ശുദ്ധ വികാരങ്ങളെ ഉയർത്തുക. ഇവിടെ നമ്മളെ പല ക്ഷേത്രങ്ങളിൽ നമ്മളെ ശുദ്ധ വികാരങ്ങളോടുകൂടി വേണം പോകാൻ. ക്ഷേത്രത്തിൽ ശുദ്ധമായ സങ്കല്പങ്ങൾ ഉണ്ടാകണം. അവിടെ ചെന്ന് വേറെ ചില സങ്കല്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ക്ഷേത്ര സ്ഥലത്ത് പോയിട്ട് ലൗകികങ്ങളായ കാര്യങ്ങളല്ല സംസാരിക്കേണ്ടത്, ആധ്യാത്മികമായ കാര്യങ്ങൾ സംസാരിക്കണം. സത്സംഗങ്ങളാണ് നടത്തേണ്ടത്, പ്രഭാഷണങ്ങളാണ് നടത്തേണ്ടത്, ജ്ഞാനയജ്ഞങ്ങളാണ് നടത്തേണ്ടത്, നാമസങ്കീർത്തനങ്ങളാണ് മുഴങ്ങേണ്ടത്. കാരണം അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, ഒരു ഊർജത്തിന്റെ പ്രസരണം ഉണ്ടാകും. ആ പ്രസരണം ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അത്ഭുതകരമായ ശാന്തിയും സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് അറിയാതെ വഴിഞ്ഞൊഴുകും. അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പൊ അങ്ങനെ നമ്മളെ മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന പരിവർത്തന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇവിടെ കൊച്ചുനാൾ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളെ കൊണ്ടുവരിക, അതിലൊക്കെ പങ്കെടുപ്പിക്കുക, ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുക, നാമസങ്കീർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക. വഴിതെറ്റില്ല, കുഞ്ഞുങ്ങൾ വഴിതെറ്റില്ല. ഇന്ന് നമ്മൾ മുത്തശ്ശിക്കഥകൾ ഇല്ലാതെയായല്ലോ, മുത്തശ്ശികൾ പറഞ്ഞു കൊടുക്കാനില്ലാതെയായല്ലോ, കുഞ്ഞുങ്ങൾ കേൾക്കാനില്ലാതെയായി. അവരുടെ അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ല, അമ്മ പറയുന്നത് കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. ആകെ കൂടി ഒരു ആശ്വാസം മൊബൈൽ ഫോണാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. അവരുടെ സൗകര്യം പോലെ കേൾക്കുകയോ. പണ്ട് ഏതോ ഒരു കുട്ടി പറഞ്ഞു, ഒരു സ്കൂളിലെ ഒരു കുട്ടി പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ കുട്ടി പറഞ്ഞു, നിനക്ക് ആരാകണം എന്ന് ചോദിച്ചു.
ഒരു അധ്യാപകൻ ചെന്നിട്ട് കുട്ടികളെ ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് ആരാണ്? ഒരു കുട്ടി പറഞ്ഞു, ചില കുട്ടികളെ എഞ്ചിനീയറാണ്, ഡോക്ടറാണെന്ന് പറഞ്ഞു. ഒരു കുട്ടിയൊന്നും ഉണ്ടായിരുന്നതാണ്. അധ്യാപകൻ ചോദിച്ചു, നീ എന്താ ഒന്നും പറയാത്തത്? പിന്നെ അവരോട് ചോദിച്ചു, പറഞ്ഞു, സാർ എനിക്ക് ആരാകണമെന്നല്ലേ അങ്ങ് ചോദിച്ചത്, എനിക്കൊരു മൊബൈലായാൽ മതി. അധ്യാപകൻ ചോദിച്ചു, മൊബൈലാകണം, അതെന്താണ്? അത് വേറൊന്നുമല്ല, ഞാൻ വീട്ടിൽ ചെന്നാൽ എൻ്റെ അച്ഛനും അമ്മയും മൊബൈലാണ്, സഹോദരങ്ങളുണ്ട്, അവരും മൊബൈലാണ്. ആർക്കും എന്നെ നോക്കാൻ സമയമില്ല, എൻ്റെ കാര്യം കേൾക്കാൻ സമയമില്ല. അവരാണെങ്കിൽ ചെവിയോട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ സദാസമയം അവരുടെ കയ്യിൽ അതാണ്, അവരതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതിലാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് കൂടെ ചേർത്ത് കിടക്കുമ്പോൾ അതിനെയാണ് കൂടെ കിടത്തുന്നത്. ആഹാരം കഴിയുമ്പോൾ അത് നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത്. ഞാനൊരു മൊബൈലായാൽ അവരതെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നമ്മളൊരു മൊബൈലായി മാറുകയല്ല, നമ്മളൊരു യന്ത്രമായി മാറുകയല്ല, മനുഷ്യരായി മാറുക. മനുഷ്യത്വമാണ് വേണ്ടത്. ആ മനുഷ്യത്വം മൊബൈൽ വേണമെന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. നമുക്ക് ആവശ്യത്തിനെല്ലാം വേണം, എല്ലാ ടെക്നോളജിയും വേണം, എല്ലാ സാമഗ്രികളെല്ലാം നമുക്ക് വേണം. അത് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇന്നും വേണ്ട നമ്മുടെ ആചാര്യന്മാർ എവിടെ പറഞ്ഞിട്ടില്ല. പണ്ടുകാലം മുതൽ പുഷ്പവിമാനം ഉണ്ടായിരുന്നല്ലോ, പുഷ്പവിമാനം നമ്മുടെ ഇവിടെ ഇല്ലേ, അതിന്റെ എഞ്ചിനീയറിംഗ് വരെ ഉണ്ടായിരുന്നു. 8 തരം വാതകങ്ങൾ ഉപയോഗിച്ച് പറക്കാൻ പറ്റുന്ന വിമാന സംവിധാനങ്ങളെ പറ്റി ഭരദ്വാജൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സാര സർവസ്വം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ടെക്നോളജി, ആയുർവേദ ശാസ്ത്രം. ഇന്നും ഈ കോട്ടയ്ക്കല് ഈ അടുത്ത സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. വിദേശത്തു നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ തൃശ്ശൂർ വന്നിട്ട് കണ്ണ് ചികിത്സ, ഈ മോഡേൺ ചികിത്സയൊക്കെ ചെയ്തിട്ട് കണ്ണ് തെളിയാതിരുന്ന ഒരു സ്ത്രീയുടെ കണ്ണ് തെളിഞ്ഞു വന്നത് തൃശ്ശൂർ ഏതൊരു നേത്ര ചികിത്സ ആശുപത്രി വന്നിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റിന് ശേഷം. അപ്പോ പല കാര്യങ്ങൾക്കും ആയുർവേദത്തെ ഇന്നും നമ്മൾ ആശ്രയിക്കുന്നു. കോട്ടയ്ക്കൽ എത്ര പേരാണ് വരുന്നത്? കോട്ടയ്ക്കൽ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തുനിന്ന് പോലും വരാം. അപ്പൊ ആയുർവേദ ശാസ്ത്രം നമ്മുടെ പാരമ്പര്യ ശാസ്ത്രമാണ്. ധന്വന്തരിയിൽ തുടങ്ങിയ ഒരു ചരിത്രമുണ്ട്. ബ്രഹ്മാവിൽ നിന്ന്, ഇന്ദ്രനിൽ നിന്ന്, അശ്വതി കുമാരന്മാരിൽ നിന്ന്, ഇന്ദ്രനിൽ നിന്ന് തുടങ്ങിയ ഒരു ചരിത്രമുണ്ട്. ചരകൻ, സുശ്രുതൻ, ഭേളൻ തുടങ്ങിയ ആചാര്യന്മാരിലൂടെ വന്ന വലിയൊരു ചരിത്രമുണ്ട്. അവരൊക്കെ എത്ര കാര്യങ്ങളാണ് നിഷ്കർഷിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. എത്ര കണ്ടുപിടുത്തങ്ങളാണ് അവർ സർജറി ചെയ്തിട്ടുണ്ട്. ആ സർജറി ചെയ്ത ഋഷിയുടെ പേരാണ് സുശ്രുതൻ. സുശ്രുതൻ, ശ്രുതൻ ഇത് കേട്ടവൻ, സുശ്രുതൻ നന്നായി കേട്ടവൻ, നന്നായി ശ്രമിച്ചവൻ. അത് നന്നായി കേട്ടവൻ, നന്നായി ശ്രമിച്ചവരൊക്കെ ഇന്നുണ്ടായിരുന്നു. ഇന്ന് ആരും കേൾക്കുന്നത് നല്ലതല്ല. അതാണ് നമ്മുടെ സമൂഹം വർഷമായി പോകാനുള്ള കാരണം. അത് നല്ലത് കേട്ടാലേ, നല്ലത് ചിന്തിച്ചാലേ, നമ്മുടെ ഉള്ളിലേക്ക് നല്ലത് പോയാലേ നമുക്ക് നല്ല കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് സത്യം ഗ്രഹിക്കുക. സത്യം ശിവം സുന്ദരം. അമ്മ പറയാറുണ്ട്, സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞാൽ സത്യം നമ്മൾ ഗ്രഹിക്കുക. എന്താണ് ഈ ലോകത്തിന്റെ സത്യമെന്ന്, എന്തിനാണ് നമ്മൾ വന്നതെന്ന്, നമ്മൾ ആരാണെന്നുള്ളത്, ഈശ്വരൻ എന്താണെന്നുള്ളത്, നമ്മുടെ ഈശ്വരൻ പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്, ഈ സത്യം നമ്മൾ ഗ്രഹിക്കുക. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഃ എന്ന് ഋഷി പ്രാർത്ഥിച്ചു. ശൃണ്വന്തു വിശ്വേ, ഈ ലോകം മുഴുവൻ കേട്ടാലും, ലോകരെ മുഴുവൻ കേട്ടാലും, ഈ മാനവന്മാരെ മുഴുവൻ കേട്ടാലും നിങ്ങളാണ് അമൃതത്വത്തിന്റെ പുത്രന്മാര്. അമൃതസ്യ പുത്രാഃ, നിങ്ങൾ അമൃതത്വത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞു. അത് നല്ലത് കേൾക്കുക, അത് സത്യം ഗ്രഹിക്കുക. അത് ഹൃദയത്തിലേക്ക് പോകുമ്പോൾ അത് ശിവമാകുന്നു. അത് നമ്മുടെ കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് മംഗളകരമായി തീരുന്നു. അങ്ങനെ നല്ല കർമ്മങ്ങളിലൂടെ പരസ്പരം സ്നേഹിക്കുവാനും സേവിക്കുവാനും ഉള്ള അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അമ്മ പറയാറുള്ളൊരു കാര്യമുണ്ട്, വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത്, നന്മ ചെയ്ത്, നിങ്ങൾ തേഞ്ഞു പോയാലും കുഴപ്പമില്ല, ഉപയോഗിച്ച് തേഞ്ഞു പോവുക. അതിലൊരു അന്തസ്സുണ്ട്. ഇരുന്ന് വെറുതെ തുരുമ്പ് പിടിച്ചു പോകുന്നതിൽ നല്ലതാണ്. ഒരാള് മരിക്കുന്നു എന്നുള്ളതല്ല ദുഃഖം, അവരുടെ ജീവിതത്തിലെ കഴിവുകൾ ലോകത്തിന് പ്രയോജനപ്പെടാതെ ഈ ലോകത്തിൽ നിന്ന് വിടപറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. നമുക്കൊക്കെ കഴിവുകളുണ്ട്, ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്. 64 കലകളുണ്ട്. ആ കലകളിൽ ഒരു കല പോലും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല, ഒരു കല പോലും ഇല്ല. നിങ്ങൾ നോക്ക്, 64 കലകളെന്ന് പറയുമ്പോൾ വളരെ വിശാലമാണത്. നമ്മുടെ കല പാടുന്നത് മാത്രമല്ല, പാടുന്നത്, പ്രസംഗിക്കുന്നത്,
അല്ലെങ്കിൽ കഥകളി തുടങ്ങിയ നൃത്ത നാട്യങ്ങളൊക്കെ അല്ലെങ്കിൽ നാടക രംഗങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതല്ല. അതൊന്നുമല്ല, അത് മാത്രമല്ല, അതും അതിൽ പെടുന്നതാണ്. അതൊരു കലയാണ്. തൂക്കുന്നത് ഒരു കലയാണ്. ഡ്രസ്സ് ധരിക്കുന്ന ഒരു കലയാണ്. പാഞ്ചാലി ശൈലത്രിയായിട്ട് നിന്ന നാളില് കേശാലങ്കാരം ചെയ്യാൻ നിന്നിരിക്കുന്ന ഒരു രാജാവിന്റെ രാജകുമാരിക്ക് വേണ്ടിയിട്ട് വിരാട രാജ്യത്ത് ആ രാജഭക്തിക്ക് വേണ്ടിയിട്ട് കേശാലങ്കാരം ചെയ്യുന്നു ശൈലത്രി. അപ്പൊ കേശാലങ്കാരം ഒരു കലയാണ്. ഇന്ന് ബ്യൂട്ടീഷ്യന്മാരുണ്ട്. അത് നമ്മൾ നല്ല ബ്യൂട്ടീഷ്യന്മാരെ തേടി ഇപ്പൊ ആൾക്കാർ പോകുന്നുണ്ട്. നല്ല കല്ല് ആശാരിയാണെങ്കിൽ അയാൾ നല്ല കലാകാരനാണ്. അയാളൊരു കലാകാരനാണ്. അയാൾ കല്ലിൽ കാണുന്ന ഒരു ദേവതയാണ്. നമ്മൾ കാണുമ്പോൾ ഒരു കല്ലാണ്. അയാൾ കല്ലിൽ കാണുമ്പോൾ ഒരു ദേവതയെ കാണും. ആ ദേവതയെ കണ്ടിട്ട് വേണ്ടാത്ത ഭാഗങ്ങൾ അതിൽ നിന്ന് ചെത്തി മാറ്റും. അപ്പോൾ ദേവത അതിൽ നിന്ന് പുറത്തേക്ക് വരും. ആ കല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ആ ശില്പിയുടെ കഴിവാണ്. പാക്കലായി ഒരു കാലത്ത് നമ്മളെല്ലാവരും ഉപേക്ഷിച്ച് നിരസിച്ച് ഇട്ട ആരും പകവയ്ക്കാതെ കിടന്ന ഒരു പാറക്കല്ല് ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടിയാൽ അതിസുന്ദരമായ ഒരു ശില്പമായിട്ട് മാറും. നമ്മൾ കാണാനായിട്ടും ആളുകൾ പോയി നിൽക്കും, അതുപോയി നോക്കി നിൽക്കും നമ്മൾ. അങ്ങനെയുള്ള ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എല്ലോറ തുടങ്ങിയ അജന്ത, എല്ലോറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മളിപ്പോഴും പോയിട്ട് ആ ഗുഹകളിൽ പോയിട്ട് അവിടുത്തെ വിഗ്രഹങ്ങൾ, കൊത്തിവെച്ച വിഗ്രഹങ്ങൾ, ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിവെച്ച വിഗ്രഹങ്ങൾ ആ ഗുഹയുടെ ഉള്ളിലുണ്ട്. മനുഷ്യൻ പോയാൽ അവൻ നിശബ്ദനായി പോകും. അവൻ നോക്കി നിൽക്കും, അത്ഭുത സ്തബ്ധനായി പോകും, ധ്യാന നിമഗ്നനായി പോകും. അങ്ങനെയുള്ള ഗുഹകളിലെ ശില്പങ്ങൾ അതൊരു കഴിവാണ്. ഒരു കഴിവില്ലാത്ത കാര്യമില്ല. തൂക്കുന്നത് പോലെ ഒരു കലയാണെന്നാണ്. തൂക്കുന്നത് പോലെ ഭംഗിയായിട്ട് നിങ്ങൾ തൂക്കുക ഒരു കലയാണ്. നിങ്ങൾ പൂമാല കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു കലയാണ്. നല്ല രീതിയിൽ മാല കിട്ടുക. നിങ്ങൾ നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കിയാൽ പാചക കലയാണ്. ആഹാരം കഴിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ അതൊരു കലയാണ്. ചെല്ലുണ്ടാക്കിയ വാങ്ങിച്ചാൽ നമുക്ക് ഇറങ്ങത്തില്ല. അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ഏതിനാണോ, നമുക്ക് ഒരു കലയില്ലാത്തവരില്ല. അത് നമ്മളെ ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിൽ ഏതിനാണോ ഈശ്വരൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്, ഒരു കല തന്നിട്ടുണ്ട്. ആ കലയെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക, സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മൾ ലോകത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നതാണ്. ഭഗവാൻ എന്തെല്ലാം നമുക്ക് തന്നു? ഈ ആകാശം, ഈ വായു, ഈ അഗ്നി, ഈ ജലം, ഈ പൃഥ്വി എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. ഉപയോഗിക്കാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി. നമ്മളെല്ലാം ഇടിച്ച് നിരത്തി, മലകൾ ഇടിച്ച് നിരത്തി, കാടുകൾ വെട്ടി നശിപ്പിച്ചു, വൃക്ഷങ്ങളെല്ലാം മുറിച്ചു മാറ്റി, സർപ്പക്കാവുകൾ കുഴിച്ചു മൂടി, അവിടെയെല്ലാം പുതിയ പുതിയ വികസനങ്ങൾ കൊണ്ടുവന്ന് സർപ്പക്കാവുകളെയൊക്കെ ഇല്ലാതെയാക്കി, ജൈവ വൈവിധ്യങ്ങളെ ഇല്ലാതെയാക്കി. മനുഷ്യനൊട്ടേക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ പ്രാണശക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്നും തെക്കേ അമേരിക്കയിലുള്ള കാടുകളിലേക്ക് നമ്മളൊക്കെ കിടന്ന് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുന്നതാണ്. അവരിപ്പോഴും സൂക്ഷിച്ചു വയ്ക്കും. നമ്മുടെ ഇവിടെ 60%, 70% കാടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 10% താഴെ ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുക, വെച്ചു പിടിപ്പിക്കുന്നില്ല. വൃക്ഷങ്ങൾ 10 പുത്രന് തുല്യമാണ്. ദശപുത്രോ സമം ധ്രുമഹ എന്ന ഒരു മന്ത്രമുണ്ട് പഞ്ചതന്ത്രത്തിൽ. 10 സന്താനങ്ങൾക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ വേരുകൾ, ആ വൃക്ഷത്തിന്റെ തോലുകൾ, ആ വൃക്ഷത്തിന്റെ തടി, ആ വൃക്ഷത്തിന്റെ ഇല, ആ വൃക്ഷത്തിന്റെ കായ്, ആ വൃക്ഷത്തിന്റെ പൂവ് എല്ലാം ഔഷധ ഗുണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു. ഔഷധികൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈശ്വരൻ. എന്തുമാത്രം ഗുണമുണ്ട്! ഒരു ആര് നട്ടാൽ എന്തുമാത്രം ഗുണമുണ്ട്! ആ പ്രദേശത്തിന് ആകെ ഗുണമല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ഓസോൺ പദാർത്ഥങ്ങൾ, ഓക്സിജൻ, പ്രാണൻ, അതൊക്കെ എന്തുമാത്രം സമൂഹത്തിന് നൽകുന്നു. അതിന്റെ ഇലകൾ, ഹനുമാന് വടമാല കൊടുക്കുന്നത്. ഈ വടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കേട്ടോ? വടവൃക്ഷം, വടവൃക്ഷത്തിന്റെ, അല്ലാതെ ഹനുമാനെ കൊണ്ടുപോയിട്ട് കടയിൽ മേടിച്ച് വട കെട്ടി തൂക്കുന്നതല്ല. ചില വട കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് ഹനുമാനെ കൊണ്ടുപോയി. അപ്പൊ വടമാല എന്ന് പറഞ്ഞാൽ അതല്ല, വടവൃക്ഷത്തിലെ തളിരുകളാണ്. അത് വാനരന്മാർക്ക് പ്രിയമാണെന്ന് പറഞ്ഞു. വാനരന്മാർക്ക് പ്രിയമാണ്. അപ്പൊ അങ്ങനെയുള്ള തളിരല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ ഒരു സമൂഹം ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എല്ലാത്തിനെയും വന്നിച്ച് ശബരിമലയ്ക്ക് കയറുന്നവർ ഒരു ഇല, ഒരുപാടൊന്നും പൊട്ടിച്ചിട്ടില്ല, ഒരു ഇല ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇല മുള്ളി അവിടെ വന്നിച്ച്, അത് പുഷ്പം പോയിട്ട് വന്നിച്ച് വേണം മല കയറാൻ. അത് ശ്രീ പാദങ്ങളാണ്. ആ മല കയറുന്നതിന് മുമ്പ് അത് പാദങ്ങളാണ്. നമ്മൾ പ്രകൃതിയെ മുഴുവൻ സ്നേഹിച്ചവരാണ്, നശിപ്പിച്ചവരല്ല. ഒരു വൃക്ഷം വെട്ടേണ്ടി വന്നാൽ പോലും നമ്മൾ ക്ഷമ ചോദിച്ചു, പൂജിച്ചു.
ദിവസങ്ങളോളം പൂജിച്ചു, ആ പ്രാണികളോട് ക്ഷമ ചോദിച്ചു. അനേകായിരങ്ങൾക്ക് തണൽ കൊടുക്കുന്നതാണ് ഒരു വൃക്ഷം. എത്രയോ പ്രാണികൾ അതിന് ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വള്ളിക്കാവിലൊക്കെ ആ കടപ്പുറം പ്രദേശങ്ങളിൽ കായലും കടലിലും ഒക്കെ ഇടയിലാണ് ആ പ്രദേശം. അവിടെ ഒരു സമയത്ത് ഈ തെങ്ങ് മാത്രം ഉണ്ടായിരുന്നു. അവിടെ പിന്നെ കാറ്റാടി കുറെ വൃക്ഷങ്ങൾ വെച്ചുപിടിച്ചു. പക്ഷെ അത് മാത്രം പോരല്ലോ, അവിടെ അമ്മ രുദ്രാക്ഷത്തിന്റെ കുരുക്കൾ കൊണ്ടുവന്ന് രുദ്രാക്ഷം നട്ടുപിടിച്ചു. സാധാരണ കടപ്പുറം മണ്ണിലൊന്നും ഉണ്ടായില്ല. അവിടെ കൊണ്ടുവരാൻ പറയുന്നത് രുദ്രാക്ഷം നട്ടിട്ട് ആയിരക്കണക്കിന് രുദ്രാക്ഷങ്ങൾ ഇന്ന് ഉണ്ടാക്കി തരികയാണ്. അവിടെ അമ്മ അവിടെ ചെടി നട്ടു, വൃക്ഷം നട്ടു, അതെല്ലാം പിടിക്കാൻ തുടങ്ങിയപ്പോൾ പക്ഷികൾ, ഇവിടെ നിന്നൊക്കെ പക്ഷികളെല്ലാം തുടങ്ങി. ആ പക്ഷികളും മൃഗങ്ങളും എല്ലാം അവിടെ വാനരന്മാർ എന്തെങ്കിലും വന്നോളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ലോകം. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ലോകം. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ലോകമാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭാവത്തിൽ നമ്മൾ ഉയരണം. ഹിന്ദു സമൂഹം ഉണരണം. ഹിന്ദു സമൂഹത്തിന് മാത്രമേ ലോകത്തിൽ നല്ല സന്ദേശം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു ബസ്സിൽ കയറിയാൽ അവിടെ ഒരു ഫോട്ടോ കാണാം. ഒരു ഫോട്ടോ ആ ബസ്സിൽ ഉണ്ടെങ്കിൽ ആരുടേതാണ് നിങ്ങൾ ഊഹിക്കും. അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ ചിത്രം, അവിടെ ഒരു യേശുവിന്റെ ചിത്രം, അവിടെ ഒരു ഗണപതിയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത് ആരുടെ ബസ്സാണ് നിങ്ങൾ കരുതുന്നത്? ഹിന്ദുവിന്റെ ആണെന്ന് അല്ലേ? കാരണം ഹിന്ദുവിനെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഒരു മുസ്ലിമിനും ചേർത്ത് പിടിക്കാൻ പറ്റില്ല, ഒരു ക്രിസ്ത്യാനിക്കും ചേർത്ത് പിടിക്കാൻ പറ്റില്ല. അത് തുറന്നു തന്നെ പറയാം. ഹിന്ദുവിന് മാത്രമേ ആ വിശാലതയുള്ളൂ. എല്ലാവരും വരട്ടെ, എല്ലാവരും ഉണ്ടാകട്ടെ. പക്ഷെ നമ്മളെ നശിപ്പിക്കാൻ നമ്മളെ അനുഭവിക്കുന്നത്. നശിച്ചു കഴിഞ്ഞാൽ പോയില്ലേ? ഈ ലോകത്തിൽ ആകെ കൂടി നന്മയുടെ ഒരു സംസ്കാരം, ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആചാര്യന്മാരും അവരാരും തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ പറഞ്ഞില്ല. അവരാരും തന്നെ മറ്റു മതങ്ങളെ ദ്രോഹിക്കാൻ പറഞ്ഞില്ല. അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ചു. ഇതാണ് നമ്മുടെ സംസ്കാരം. ആ സംസ്കാരമാണ് നമുക്ക് ഉണർത്തിയെടുക്കേണ്ടത്. തീർച്ചയായിട്ടും കൂടുതൽ കിട്ടുന്നില്ല. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ഉത്സവ ദിനങ്ങൾ ഇനിയും നന്മകളും ഐശ്വര്യവും അഭിവൃദ്ധിയും സമൂഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അമ്മയുടെ പാതാരവിധങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.